ഹായ് ഓൾ, PPS എന്ന സബ്ജക്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റീൽ മേക്കിംഗ് പ്രോസസ്സുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് മെക്കാനിക്കൽ വർക്കിംഗ് അല്ലെങ്കിൽ മെറ്റൽ വർക്കിംഗ് എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഇത് നോർമലി നമ്മളൊരു മെറ്റലിനെ ഹീറ്റ് ചെയ്യുക എന്നുള്ള കൺസെപ്റ്റിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഒരു മെറ്റലിനെ ചൂടാക്കുക. ചൂടാക്കുക എന്ന് പറയുന്നത് നമ്മൾ അതിലോട്ട് ഹീറ്റ് കൊടുക്കുക. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് ആ ബോഡി സംഭവിക്കുന്നത്? അതിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യണം അല്ലേ? അപ്പോൾ ആ മെറ്റലിൽ എന്ത് ചെയ്യുന്നു? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ആ മെറ്റലിൽ മെയിനായിട്ട് രണ്ട് മാറ്റങ്ങളാണ് വരുന്നത്. ഒന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈൽഡ് സ്ട്രെങ്ത് കുറയുന്നു. മറ്റൊന്ന് ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി എന്ത് ചെയ്യും? കൂടും ചെയ്യും. അതായത് ഒരു മെറ്റലിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഈൽഡ് സ്ട്രെങ്ത് കുറയുകയും അതുപോലെ തന്നെ ഡക്റ്റിലിറ്റി എന്നുള്ള പ്രോപ്പർട്ടി എന്ത് ചെയ്യും? കൂടുകയും ചെയ്യും. ഈ രണ്ട് മാറ്റങ്ങൾ വരുന്നതോടുകൂടി തന്നെ നമ്മുടെ മെറ്റൽ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ഡീഫോർമേഷന് വിധേയമാകുന്നു. പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ, ഇലാസ്റ്റിസിറ്റിയും പ്ലാസ്റ്റിസിറ്റിയും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ആ മെറ്റീരിയൽ എന്ത് ചെയ്യുന്നു? പ്ലാസ്റ്റിക് ഡീഫോർമേഷന് വിധേയമാകുന്നു. അപ്പോൾ ഇത്തരത്തിൽ പ്ലാസ്റ്റിക് ഡീഫോർമേഷന് വിധേയമാകുന്ന ഒരു മെറ്റീരിയൽ രണ്ട് രീതിയിലാണ് അതിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് പറയുന്നത് ഫൈൻ റീഫൈൻമെൻറ്റ് ഓഫ് ഗ്രെയിൻസ്. അതായത് ഗ്രെയിൻ സ്ട്രക്ചർ എന്ത് ചെയ്യുന്നു? അൾട്ടർ ചെയ്ത് ഫൈൻ റീഫൈൻമെൻ്റ് ആയിട്ട് മാറുന്നു. സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മളുടെ ഗ്രെയിൻസ് എന്ത് ചെയ്യുന്നു? ട്വിസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ സ്ലിപ്പ് ചെയ്യുന്നു. ഈ രണ്ട് കണ്ടീഷനിലാണ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ മെറ്റൽസ് നടക്കുന്നത്. അപ്പോൾ ഈ ഫൈൻ റീഫൈൻമെൻറ്റ് ഓഫ് ഗ്രെയിൻ നടക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഹോട്ട് വർക്കിംഗ് എന്ന് പറയുന്നത്. അതുപോലെ സ്ലിപ്പോ അല്ലെങ്കിൽ ടിന്നിങ്ങോ നടക്കുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയുന്നത്? കോൾഡ് വർക്കിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഹോട്ട് വർക്കിംഗ്, എന്താണ് കോൾഡ് വർക്കിംഗ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കാം. അതായത് ഒരു മെറ്റലിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഈൽഡ് സ്ട്രെങ്ത് കുറയുകയും ഡക്റ്റിലിറ്റി കൂടുകയാണ് സംഭവിക്കുന്നത്. ഈ സമയത്ത് എന്ത് ചെയ്യുന്നു? ആ മെറ്റീരിയൽ പ്ലാസ്റ്റിക് ഡിഫോർമേഷന് വിധേയമാകുന്നു. രണ്ട് രീതിയിലാണ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ മെറ്റൽസ് നടക്കുന്നത്. ഒന്ന് ഫൈൻ റീഫൈൻമെൻറ്റ് ഓഫ് ഗ്രെയിൻ, അതാണ് ഹോട്ട് വർക്കിംഗ്. മറ്റൊന്ന് ട്വിസ്റ്റിംഗ് അല്ലെങ്കിൽ സ്ലിപ്പിംഗ് ഓഫ് ഗ്രെയിൻ, അതിനാണ് നമ്മൾ പറയുന്നത് കോൾഡ് വർക്കിംഗ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് വരുന്ന പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ പ്രോസസ്സുകളാണ് റോളിംഗ്, എക്സ്ട്രൂഷൻ, ഫോർജിങ്, ഡ്രോയിങ്. ഈ പ്രോസസ്സുകൾ നമ്മൾ ഹോട്ട് വർക്കിങ്ങും കോൾഡ് വർക്കിംഗ് ആക്കിയിട്ടൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ജസ്റ്റ് മനസ്സിലാക്കുക, ഇതാണ് നമ്മൾ മെയിനായിട്ട് വരുന്ന പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ പ്രോസസ്സുകൾ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് റോളിങ്ങും എക്സ്ട്രൂഷനും നമ്മൾ യൂണിഫോം ക്രോസ് സെക്ഷൻ മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. യൂണിഫോം ക്രോസ് സെക്ഷൻ. ഇതിൽ തന്നെ റോളിംഗ് എന്താണ്? കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ള ഷേപ്പുകൾക്കും എക്സ്ട്രൂഷൻ എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഷേപ്പുകൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. രണ്ടിലെന്താണ്? യൂണിഫോം ക്രോസ് സെക്ഷനാണ് നമുക്ക് ഫൈനൽ പ്രോഡക്റ്റായിട്ട് കിട്ടുന്നത്. ഫോർജിങ് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലക്സ് ഷേപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെക്കാനിക്കൽ പ്രോസസ്സാണ് കോംപ്ലക്സ് ഷേപ്സ്. ഡ്രോയിങ് എന്ന് പറയുന്നത് വയറും അതുപോലെ തന്നെ ബാറുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? ഡ്രോയിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ട് വരുന്ന മെക്കാനിക്കൽ വർക്കിംഗ് പ്രോസസ്സുകൾ പ്ലാസ്റ്റിക് ഡിഫോർമേഷനിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരെണ്ണം വണ്ണായിട്ട് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളൊരു മെറ്റീരിയൽ ക്രിസ്റ്റലിൽ ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം നോക്കാം. നമ്മൾ ഒരു മെറ്റലിൻ്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ കൺസിഡർ ചെയ്യാം. ക്രിസ്റ്റൽ സ്ട്രക്ചർ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ മെറ്റീരിയലിലോട്ട് നമ്മൾ ഹീറ്റ് അപ്ലൈ ചെയ്യുന്നു. ഇത് ഓരോ ക്രിസ്റ്റൽ സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയാൻ വിചാരിക്കുന്നു. FCC അതുപോലെ BCC സ്ട്രക്ചേഴ്സൊക്കെ ഉണ്ട്. ബോഡി സെൻറ്റേഡ് ക്യൂബിക്, ഫേസ് സെൻറ്റേഡ് ക്യൂബിക് എന്നൊക്കെ ഉണ്ട്. ഇതനുസരിച്ചാണ് ഓരോ ക്രിസ്റ്റൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. നോർമലി ഇങ്ങനത്തെ ഒരു ക്രിസ്റ്റലോട്ട് നമ്മൾ ഹീറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ മെറ്റൽ ക്രിസ്റ്റൽ എന്ത് സംഭവിക്കുന്നു? ഈ ഗ്രെയിൻസിന് എന്ത് ചെയ്യുന്നു? ഡീഫോർമേഷൻ സംഭവിക്കുന്നു. അതായത് ഗ്രെയിൻസൊക്കെ എന്ത് ചെയ്യും? കുറച്ചുകൂടി അടുത്തോട്ട് വരുന്നു. ഹീറ്റ് നടക്കുന്നതുകൊണ്ടാണ് അതിന് മെറ്റലിൽ എന്ത് ചെയ്യുന്നു? റീഅറേഞ്ച്മെൻറ്റ്സ് നടക്കുന്നു. ഇത്തരത്തിൽ റീഅറേഞ്ച്മെൻ്റ് ഒക്കെ നടക്കുന്ന സമയത്ത് ഇതിൽ ഇൻക്ലൂഷൻസൊക്കെ ഉണ്ട് എന്ന് വിചാരിക്കാം. അതുപോലെ പോറകളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കാം. ഇത്തരത്തിലുള്ള ഇൻക്ലൂഷൻസും പോറുകൾ അതുപോലെ ഇമ്പ്യൂരിറ്റീസ്
വേറെ ഏതെങ്കിലും നമ്മൾ മെറ്റലിൽ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കാം. ഇത്തരത്തിലുള്ള ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ പോസ് ഇൻക്ലൂഷൻസിനൊക്കെ എന്ത് ചെയ്യുന്നതോ അതിനെന്ത് ചെയ്യുന്നു ഡീഫോർമേഷൻ സംഭവിക്കുന്നു. അപ്പോൾ ഈ ഇൻക്ലൂഷൻസ് ഒക്കെ എന്ത് ചെയ്യാം, നമ്മൾ ഈ മെറ്റലിൽ എന്ത് ചെയ്യുന്നു ഡീഫോർമേഷൻ നടക്കുന്ന സമയത്ത് ചെറിയ ചെറിയ ഗ്രെയിൻസുകളായിട്ട് മാറുമ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യും ബ്രോക്കൺ ആയിട്ട് മാറും അല്ലേ. ഇൻക്ലൂഷൻസ് ബ്രോക്ക് ചെയ്യും. അതുപോലെ ഇമ്പ്യൂരിറ്റീസ് എന്ത് ചെയ്യും, ഇമ്പ്യൂരിറ്റീസ് ബ്രേക്ക് ചെയ്യും. പോളുകൾ എന്ത് ചെയ്യും, കുറച്ചുകൂടി അടുത്ത് വന്നിട്ട് എന്ത് ചെയ്യും, ആ പോളുകൾ ഡിസപ്പിയർ ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ക്രിസ്റ്റൽ സ്ട്രക്ചറിന് സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യും, ഇപ്പോൾ ഇങ്ങനെ കാണുന്നൊരു സ്ട്രക്ചറിന് എന്താണ് നോർമലി ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്, ഇൻക്ലൂഷൻസ് ഉണ്ട്, പോർസ് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ സ്ട്രെങ്ത് എന്തായിരിക്കും കുറവായിരിക്കും. പക്ഷേ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇതിനൊക്കെ അൾട്രേഷൻ സംഭവിച്ച് എന്ത് ചെയ്യും ഫൈൻ ഗ്രെയിൻസ് ആയിട്ട് മാറുന്നതോടെ എന്ത് ചെയ്യും സ്ട്രെങ്ത് എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്ന രണ്ട് രീതിയിലാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് എന്താണ് ഫൈൻ റിഫൈൻമെൻറ്റ് ഓഫ് ഗെയിൻ ആണ്, അതുപോലെ തന്നെ എന്താണ് ട്വിസ്റ്റിങ്ങും സ്ലിപ്പിങ്ങും ആണ്. അതിനനുസരിച്ചാണ് നമ്മൾ ഹോട്ട് വർക്കിംഗ് അതുപോലെ തന്നെ കോൾഡ് വർക്കിംഗ് ആയിട്ട് മെറ്റൽ വർക്കിംഗാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്നുള്ളത് നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്യാം. പ്രധാനമായിട്ട് 4 മാറ്റങ്ങളാണ് മെക്കാനിക്കൽ വർക്കിങ്ങിൽ സംഭവിക്കുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഷൻസ് ഓർ ഇമ്പ്യൂരിറ്റീസ് ആർ ബ്രോക്കൺ അല്ലേ. നമ്മൾ പറഞ്ഞ എന്താണ് അവിടെ ഉണ്ടായിരുന്ന ക്രിസ്റ്റൽ സ്ട്രക്ചർ ഉണ്ടായിരുന്ന ഇമ്പ്യൂരിറ്റീസും അതുപോലെ തന്നെ എന്താണ് ഇൻക്ലൂഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നു ബ്രേക്ക് ഡൗൺ ആയിട്ട് മാറുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു കുറച്ചുകൂടി കൺജസ്റ്റഡ് ആയിട്ട് മാറുന്നു അല്ലേ. ഫൈൻ റീഫൈൻമെൻറ്റോടെ നടക്കുന്നു. പിന്നെ പോസ് വിൽ കൊളാപ്സ് നമ്മൾ പറഞ്ഞു എന്ത് ചെയ്യുന്നത് ചുറ്റുണ്ടായിരുന്ന പോറുകളിലെ ഹോളുകളൊക്കെ എന്ത് ചെയ്യുന്നു പരസ്പരം കൊളാപ്സ് ചെയ്ത് പോകുന്നു. അപ്പോൾ എന്ത് ചെയ്യും മെറ്റലിന് എന്ത് ചെയ്യും ഡെൻസിറ്റി എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്യും അല്ലേ. കാരണം എന്താണ് വോളിയം കുറയാണല്ലോ, ഡെൻസിറ്റി ഇൻക്രീസസ്. ഇനി തേർഡ് എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് ഇൻക്രീസസ്. എന്താണ് നമ്മൾ പറഞ്ഞു ഇത്തരത്തിൽ ഈൽഡ് സ്ട്രെങ്ത് അതുപോലെ ഡെൻസിറ്റിയിൽ വ്യത്യാസങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ അതുപോലെ ഇൻക്ലൂഷൻസ് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ എന്ത് ചെയ്യുന്നു ബ്രോക്കൺ ചെയ്തു പോകുന്നു, പോറുകൾ എന്ത് ചെയ്യുന്നു കൊളാപ്സ് ചെയ്തു പോകുന്നു. ഇത്തരത്തിൽ മാറ്റം വരുന്നതുകൊണ്ട് എന്ത് ആ മെറ്റീരിയലിൻ്റെ സ്ട്രെങ്ത് ചെയ്യുന്നു ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ 2 രീതിയിലാണ് എന്ത് ചെയ്യുന്നത് സ്ട്രെങ്ത്തിന് ഇൻക്രീസ് ചെയ്യുന്നത്. ഒന്ന് നമ്മളെന്ത് പറഞ്ഞാണ് ഫൈൻ റീഫൈൻമെൻറ്റ് അതിനാണ് നമ്മളെന്ത് പറഞ്ഞത് ഹോട്ട് വർക്കിംഗ് എന്ന് പറഞ്ഞത് അല്ലേ, ഹോട്ട് വർക്കിംഗ്. അതുപോലെ രണ്ടാമത്തെ എന്തായിരുന്നു നമ്മളുടെ ടിന്നിങ് അല്ലെങ്കിൽ ട്വിസ്റ്റിംഗ് ആയിരുന്നു അല്ലേ. ഇതിന് നമ്മൾ സ്ട്രെയിൻ ഹാർഡനിങ് എന്നും പറയാറുണ്ട്. സ്ട്രെയിൻ ഹാർഡനിങ് സംഭവിക്കുന്നത് നമ്മളെന്ത് പറഞ്ഞു കോൾഡ് വർക്കിംഗ് എന്ന് പറയും. പിന്നെയാണ് ലാസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് നമുക്ക് റിക്വേർഡ് സൈസിൽ അതുപോലെ ഷേപ്പിലോട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു ഇങ്ങനെ മെറ്റലിനെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നു. അതിനായിട്ടുള്ള ഓരോ പ്രോസസ്സുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഹോട്ട് വർക്കിംഗ് കോൾഡ് വർക്കിംഗ് വരുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് റിക്വേർഡ് ആയിട്ടുള്ള സൈസിലോട്ടും ഷേപ്പിലോട്ടും എന്ത് ചെയ്യുന്നു മെക്കാനിക്കൽ വർക്കിങ്ങിലൂടെ മെറ്റൽസിനെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നു. അത് വിത്തൗട്ട് അതായത് ചേഞ്ചസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു എന്നുള്ള അതിനെക്കാട്ടും കൂടുതൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നു വിത്തൗട്ട് ലോസ് ഓഫ് മെറ്റീരിയൽ, ഒരു മെറ്റീരിയലും ലോസ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യുന്നു മാറ്റിയെടുക്കാൻ സാധിക്കുന്നു. നമ്മൾ കാസ്റ്റിങ്ങിലൊക്കെ പറഞ്ഞ സമയത്ത് എന്താണ് നമുക്ക് മെറ്റീരിയൽ ലോസസ് ഉണ്ടല്ലേ. എന്നാൽ മെക്കാനിക്കൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് നമുക്ക് റിക്വേർഡ് സൈസിലും ഷേപ്പിലും മെറ്റീരിയൽസ് മാറ്റിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടൊപ്പം തന്നെ എന്താണ് നമുക്ക് വിത്തൗട്ട് ലോസ് ഓഫ് മെറ്റീരിയൽ ഒന്നും തന്നെ അതിൽ എന്ത് ചെയ്യുന്നില്ല ലോസ് ചെയ്ത് പോകാതെ തന്നെ റിക്വേർഡ് സൈസിലും ഷേപ്പിലും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇത്രയാണ് മെയിനായിട്ട് വരുന്ന മെക്കാനിക്കൽ വർക്കിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം ഹോട്ട് വർക്കിങ്ങും കോൾഡ് വർക്കിങ്ങും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ആണ് ഹോട്ട് വർക്കിംഗ്. നമ്മൾ ഹോട്ട് വർക്കിംഗ് കഴിഞ്ഞ ദിവസത്തെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. റീക്രിസ്റ്റേഷൻ ടെമ്പറേച്ചർ എന്താണെന്നുള്ള അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു മെറ്റലിനെ ഹീറ്റ് ചെയ്ത് അതിൻ്റെ റീക്രിസ്റ്റേഷൻ ടെമ്പറേച്ചറിന് മുകളിലും അതുപോലെ തന്നെ മെൽറ്റിംഗ് പോയിൻറ്റിനും ബേണിംഗ് പോയിൻറ്റിനും താഴെ വെച്ച് വർക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഹോട്ട് വർക്കിംഗ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ നമ്മൾ ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യുന്നു മെക്കാനിക്കൽ ഫോഴ്സായിട്ട് എന്ത് ചെയ്യുന്നു കോൺടാക്റ്റിൽ വരുത്തുന്നു. ആ മെക്കാനിക്കൽ ഫോഴ്സ് കാരണം എന്ത് ചെയ്യുന്നുള്ളൂ മെറ്റീരിയലിനെ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ സംഭവിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഫൈൻ റീഫൈൻമെൻ്റ് ആയിട്ട് മാറിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഹോട്ട് വർക്കിങ്ങിൽ പ്രോസസ്സ് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് എന്നാണ് നമ്മൾ പറഞ്ഞ പോയിന്റ് ഫൈൻ റീഫൈൻമെൻറ്റ് ഓഫ് ഗ്രേഡ്സ്. അപ്പോൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നു. പിന്നെ സെക്കൻഡ് പോയിന്റ് നമ്മൾ പറഞ്ഞ എന്താണ് പോറോസിറ്റി ഓഫ് മെറ്റൽ ക്യാൻ ബി എലിമിനേറ്റഡ്. പോറോസിറ്റി എലിമിനേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡെൻസിറ്റി എന്ത് ചെയ്യാൻ പറ്റും ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഗ്രേറ്റ് ലാറ്റിറ്റ്യൂഡ് ഇൻ സൈസ് ആൻഡ് ഷേപ്പ് ഡ്യൂ ടു റിഡക്ഷൻ ഇൻ ലാസ്റ്റ് ലിമിറ്റിൽ കുറവ് വരുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു നമുക്ക് ആവശ്യമായിട്ടുള്ള സൈസിലും ഷേപ്പിലോട്ടും മെറ്റലിനെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നു. ഇംപ്രൂവ്മെൻറ്റ് ഇൻ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് മെയിനായിട്ട് വരികയാണെങ്കിൽ നമ്മൾ ടഫ്നെസ്, നമ്മൾ പറഞ്ഞെന്തായിരുന്നു ഡക്റ്റിലിറ്റി, അതുപോലെ തന്നെ റിഡക്ഷൻ ഇൻ ഏരിയ, അതുപോലെ ഇലോങ്ങിയേഷൻ തുടങ്ങിയിട്ടുള്ള പ്രോപ്പർട്ടിയിലൊക്കെ എന്ത് ചെയ്യും നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നു അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താൻ സാധിക്കുന്നു. അതുപോലെ തന്നെ പവർ റിക്വയർമെൻറ്റ് കുറവാണ്. നമുക്ക് ഈ പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള പവർ അല്ലെങ്കിൽ ഫോഴ്സ് റിക്വയർമെൻറ്റ്
പവറും അതുപോലെ തന്നെ ഫോഴ്സ് റിക്വയർമെൻറ്റ്സും എന്താണ് വളരെ കുറവാണ്. പിന്നെ റാപ്പിഡ് ആൻഡ് എക്കണോമിക്കൽ പ്രോസസ്സായിട്ടാണ് ഹോട്ട് വർക്കിനെ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ മെറ്റീരിയൽസും അല്ലെങ്കിൽ ഓൾ മെറ്റൽസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹോട്ട് വർക്കിംഗ് വഴി അതിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റും. ഇത്രയാണ് ഹോട്ട് വർക്കിങ്ങിൻ്റെ പ്രോസസ്സിനെ കുറിച്ചും അഡ്വാൻറ്റേജസും പറയാനുള്ളത്. അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് പുവർ സർഫസ് ഫിനിഷാണ്. അതുപോലെ തന്നെ ക്ലോസ് ടോളറൻസ് കാനോട്ട് ബി മെയിൻറ്റെയിൻഡ്. അതായത് നമ്മൾ ഈ മെറ്റലിനെ ഹീറ്റ് ചെയ്യണമല്ലേ, മെറ്റലിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിലെന്ത് ചെയ്യുന്നു, ഓക്സൈഡ്സ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്സൈഡ്സ് അതുപോലെ തന്നെ സ്കെയിൽ ഫോർമേഷനൊക്കെ ഉണ്ടാവാനുള്ള ചാൻസുകളുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താണ് ഇതിൻ്റെ ഡയമെൻഷണൽ ആക്യുറൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ സർഫസ് ഫിനിഷ് എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. പിന്നെ ടൂളിംഗ് ആൻഡ് ഹാൻഡ്ലിംഗ് കോസ്റ്റ് ആണ്. നമുക്കിതിന് യൂസ് ചെയ്യേണ്ട ടൂളുകളുടെയും അതുപോലെ തന്നെ അത് ഹാൻഡിൽ ചെയ്യാനുള്ള കോസ്റ്റ് നമുക്ക് വളരെ കൂടുതലായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ടൂൾ ലൈഫ് ഈസ് ലെസ്. എന്തുകൊണ്ടായിരിക്കും, ടു ഹൈ ടെമ്പറേച്ചർ. നമ്മളിത് വർക്ക് ചെയ്യുന്നത് നമ്മൾ എന്താണ്, ഹൈ ടെമ്പറേച്ചറിലാണ്. അപ്പോൾ ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ടൂളിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ ടൂൾ ലൈഫ് എന്താണ്, വളരെ കുറവാണ്. നമുക്ക് ക്ലോസ് ടോളറൻസ് കാൻ ബി മെയിൻറ്റെയിൻ എന്ന് പറയുന്ന പോയിൻ്റാണ്. നമുക്ക് എന്തായിട്ടും പറയാം, ഡയമെൻഷണൽ ആക്യുറൻസി കുറവാണെന്നുള്ളത് പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പറയാം, ഡയമെൻഷണൽ ആക്യുറസി ഈസ് ലെസ്. ഇത്രയാണ് ഹോട്ട് വർക്കിങ്ങിൻ്റെ പ്രധാനമായിട്ടുള്ള ലിമിറ്റേഷൻസ് പറയുന്നത്. അടുത്ത് നമുക്ക് കോൾഡ് വർക്കിങ്ങിൻ്റെ അഡ്വാൻറ്റേജസും എന്താണ് കോൾഡ് വർക്കിംഗ് അതിൻ്റെ ലിമിറ്റേഷൻസ് ഒന്ന് നോക്കാം. കോൾഡ് വർക്കിംഗ് എന്തായിരുന്നു, വർക്കിംഗ് ബിലോ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ. അപ്പോൾ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിന് താഴെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ഇവിടെ ഗ്രെയിൻസ് എന്താണ് ഡിഫോം ചെയ്യുന്ന പ്രധാന കാരണം എന്താണ്, സ്ലിപ്പിംഗ് ഓഫ് പ്ലെയിൻ ആണ്. അതായത് പരസ്പരം എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഗ്രെയിൻസ് പരസ്പരം സ്ലിപ്പ് ചെയ്ത് മാറുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഡിഫോർമേഷൻ സംഭവിക്കുന്നത്. അത്തരത്തിൽ ഡിഫോർമേഷൻ സംഭവിക്കുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സിനെ എന്ത് ചെയ്യുന്നു, റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും, ഇതിൽ റെസിജ്വൽ സ്ട്രെസ്സസ് ഫോം ചെയ്യും. അപ്പോൾ ഇങ്ങനെ റെസിജ്വൽ സ്ട്രെസ്സസ് ഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, നമ്മുടെ ഫോഴ്സ് റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, കോൾഡ് വർക്കിങ്ങിൽ കൂടുതലായിരിക്കും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ മോർ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യണം, കോൾഡ് വർക്കിംഗ് പ്രോസസ്സ് നമ്മൾ നടത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കോൾഡ് വർക്കിങ്ങിനെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കാം. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പറഞ്ഞെന്താണ്, ഗ്രെയിൻ സ്ട്രക്ചർ ഡിസ്റ്റോർട്ട് ആവണം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഉപയോഗിക്കേണ്ട ഫോഴ്സ് ഇൻക്രീസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ മെറ്റീരിയൽ എന്താണ്, സ്ട്രെയിൻ ഹാർഡനിങ് സംഭവിക്കുന്നുണ്ട്. റിസൾട്ട് ഇൻ ലോസ് ഓഫ് ഡക്റ്റിലിറ്റി ആൻഡ് ഇൻക്രീസ് ഇൻ സ്ട്രെങ്ത് ആൻഡ് ഹാർഡ്നെസ്. ഡക്റ്റിലിറ്റി എന്ത് ചെയ്യുന്നു, ഇവിടെ കുറയുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് സ്ട്രെങ്ത്തും ഹാർഡ്നെസ്സും എന്ത് ചെയ്യാൻ പറ്റും, കോൾഡ് വർക്കിങ്ങിന് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ഇംപ്രൂവ്ഡ് സർഫസ് ഫിനിഷ്, നമ്മളവിടെ പറഞ്ഞ പോലെ ഓക്സൈഡ്സോ അല്ലെങ്കിൽ സ്കെയിലിംഗോ ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, സർഫസ് ഫിനിഷ് കൂടുതലാണ്. അതുപോലെ ഡയമെൻഷണൽ ആക്യുറസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൈൻ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ സ്റ്റീലിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ കോൾഡ് വർക്കിംഗ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റീലിനെ പ്രോസസ്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാൻ പറ്റും. നോർമലി ഒരു മെറ്റലിൻ്റെ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 1/2 അതായത് പകുതി മുതൽ 1/3 ഓഫ് മെൽറ്റിംഗ് പോയിൻ്റ് ആണ്. മെൽറ്റിംഗ് പോയിൻറ്റിൻ്റെ ഹാഫ് വാല്യൂ അല്ലെങ്കിൽ 1/3 വാല്യൂയാണ് നമ്മൾ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ കൺസിഡർ ചെയ്യാറ്. സ്റ്റീലിൻ്റെ കേസിലൊക്കെ നമ്മൾ നോർമലി 800 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്താണ് റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ 800 ഡിഗ്രി സെൽഷ്യസിന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 1000 റേഞ്ചിലോട്ടൊക്കെ നമുക്ക് എത്തിക്കാൻ പറ്റും ബൈ കോൾഡ് വർക്കിംഗ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റീലിൻ്റെ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ എന്ത് ചെയ്യാൻ പറ്റും, കോൾഡ് വർക്കിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അൾട്ടർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ലിമിറ്റേഷൻസ് പറയുന്നത് എന്താണ്, ചെറിയ സൈസിൽ കമ്പോണൻസിന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൾഡ് വർക്കിംഗ് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. പിന്നെ റെസിജ്വൽ സ്ട്രെസ്സസ് ഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിൽ ഈ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യും, ഹാംഫുൾ എഫക്റ്റുകൾ വരാൻ ചാൻസുകളുണ്ട്. അതുപോലെ തന്നെ ഡക്റ്റിലിറ്റി നമ്മൾ പറഞ്ഞ എന്താണ്, വളരെ കുറവായിരിക്കും. വർക്കിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ടൂളിംഗ് കോസ്റ്റ് ഇവിടെയും ഹൈ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്, പവർ റിക്വയർമെൻറ്റ് എന്തുകൊണ്ടായിരിക്കും, നമ്മുടെ ഫോഴ്സ് കൂടുതലാണ് നമ്മൾ പറഞ്ഞു അല്ലേ. ഹോട്ട് വർക്കിങ്ങിൽ ഫോഴ്സ് എന്തായിരുന്നു, കുറവായിരുന്നു. പക്ഷേ ഇവിടെ എന്താണ്, ഫോഴ്സ് റിക്വയർമെൻറ്റ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, പവർ എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ ഇത്രയാണ് എന്ത് നമ്മുടെ കോൾഡ് വർക്കിങ്ങിൻ്റെ ലിമിറ്റേഷൻസും നമ്മുടെ അഡ്വാൻറ്റേജസും എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ എന്താണ്, ഹോട്ട് വർക്കിങ്ങും കോൾഡ് വർക്കിങ്ങും അതായത് മെക്കാനിക്കൽ വർക്കിംഗ് പ്രോസസ്സുകളെ കുറിച്ച് അല്ലെങ്കിൽ മെറ്റൽ വർക്കിംഗ് പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ ഇൻട്രൊഡക്ഷൻ ചെയ്ത് കഴിഞ്ഞു. അതിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ നോക്കി, അതായത് ഹോട്ട് വർക്കിംഗ് കോൾഡ് വർക്കിംഗ് നോക്കി. വരും ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, ഹോട്ട് വർക്കിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് പ്രോസസ്സുകളും അതുപോലെ തന്നെ കോൾഡ് വർക്കിങ്ങിൽ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് പ്രോസസ്സുകളും നമ്മൾ 1 by 1 ആയിട്ട് പഠിക്കും. ഓക്കെ, അതിലെല്ലാവർക്കും നന്ദി, നമസ്കാരം.